ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നോഡ് എം സി യിൽ ഡാറ്റ വൈഫൈ യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല മെത്തേഡിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അതിലൊരു മെത്തേഡാണ് യൂസിങ് വെബ് സെർവർ, പിന്നെ ഒരു മെത്തേഡ് യൂസിങ് MQTT പ്രോട്ടോക്കോൾ. അപ്പോൾ യൂസിങ് വെബ് സെർവർ എന്ന് പറഞ്ഞാൽ HTTP പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് HTTP ഗെറ്റ്, അതേപോലെ തന്നെ HTTP പോസ്റ്റ്. ഈ രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് MQTTക്കകത്ത് ഇതൊരു വേറൊരു പ്രോട്ടോക്കോളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റാസിനെ സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനും പറ്റും. ഇനി HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെസ്പോൺസ് കിട്ടി അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. നമ്മൾ അതിൽ റിക്വസ്റ്റ് അയക്കും, റിക്വസ്റ്റിന് ഒരു റെസ്പോൺസ് തരും, അതിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ടൈം ഓപ്പറേഷന് HTTP അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. റിയൽ ടൈം ഡാറ്റ കമ്മ്യൂണിക്കേഷന് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് MQTT ആണ്. അപ്പോൾ IoT എന്ന് പറയുന്നതിൻ്റെ അകത്ത് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് MQTT എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് നോക്കാം, വെബ് സെർവർ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഗെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റാസ് ഒരു വെബ് ബേസ് ചെയ്തിട്ടുള്ള സെർവറിലേക്ക് നമുക്ക് ഡാറ്റാസ് ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ സെർവറിൽ നിന്ന് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനും പറ്റും. നമുക്ക് ആദ്യം HTTP ഗെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് URL ത്രൂ ആണ്. URL ഇറ്റ്സെൽഫ്, URLൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് ഈ HTTP ഗെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ആദ്യം നിങ്ങൾ നോഡ് എം സിൻ്റെ അകത്ത് ഈ ഒരു ലൈബ്രറി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. HTTP എന്നുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ വൈഫൈ.begin എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി HTTP.begin എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ സെർവറിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഈ സെർവർ അഡ്രസ്സിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, നമ്മുടെ സെർവർ അഡ്രസ്സ് എന്ന് പറയുന്ന ഇതാണ്. ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 25, ഹ്യൂമിഡിറ്റി ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ് വാല്യൂസ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 25, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ 60 എന്നുള്ളൊരു ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെർവറിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ URL ത്രൂ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് HTTP ഗെറ്റ് എന്ന് പറയുന്നതിൻ്റെ അത് നടക്കുക. ഓക്കെ, ഇനി നമ്മൾ HTTP.begin നമ്മൾ വിളിക്കുന്നു. ബിഗിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളൊരു സ്ട്രിങ് ആയിട്ടാണ് സെർവറിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുക. അപ്പം സ്ട്രിങ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇതേപോലെ സ്ട്രിങ്ങിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് വാല്യൂ ലോഡ് ചെയ്തിട്ട് HTTP.begin ബ്രാക്കറ്റിൻ്റെ അകത്ത് സെർവർ URL എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ് നെയിം കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ URL അഡ്രസ്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യുക. ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയോ ഇല്ലയോ എന്നറിയുന്നത് നമ്മൾ HTTP.get എന്ന് പറയുന്ന ഈ ഒരു റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം വൺസ് ബിഗിൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ HTTP.get വിളിക്കും. .get വിളിക്കുന്ന സമയത്ത് സെർവറായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർവർ തിരിച്ചൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. സാധാരണ ഇതിൽ അതിൻ്റെ വാല്യൂ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 200 എന്ന് പറയുന്ന വാല്യൂ റിസീവ് ചെയ്താൽ മാത്രമേ പിന്നെ ബാക്കി ഉള്ള സെർവറിൽ നിന്ന് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ വൺസ് കണക്ഷൻ സെറ്റായല്ലോ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ടാണ്. HTTP.get എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷൻ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ കിട്ടുന്ന വാല്യൂ, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 200 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി അതിൻ്റെ ഫർദർ പ്രോസസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അതാണ് ഇൻ്റെ HTTP കോഡ്. HTTP കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ഒരു വേരിയബിൾ നെയിമാണ്. അതിനെ നമ്മൾ ഇൻറ്റിജർ ആയിട്ട് വിളിക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു HTTP.get ബ്രാക്കറ്റ്. ഓക്കെ, ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു 200 എന്ന് പറയുന്നൊരു വാല്യൂ ഈ വേരിയബിളിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുക if HTTP code is equal to 200
ഇത് ഈക്വൽ ടു 200 ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയോ ഇല്ലയോ നോക്കുന്നത് അതിൻ്റെ റിട്ടേൺ വാല്യൂ വന്നോ ഇല്ലയോ നോക്കിയിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷനാണിത്, http.getString എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സെർവറിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സെർവറിലേക്ക് ഡാറ്റ കൊടുക്കുന്നതും സെർവറിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതെല്ലാം സ്ട്രിങ് ഫോർമാറ്റിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. http.getString ഫംഗ്ഷൻ കോളാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെർവറിൽ നിന്ന് ഡാറ്റ ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, സ്ട്രിങ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് http.getString എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവറിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിൻ്റെയും അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ ഈ റെസ്പോൺസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് നമുക്ക് കിട്ടും. പിന്നീട് നമുക്കതിനെ എടുത്ത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് HTTP ഗെറ്റ് റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് http.begin. അതിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് URL കൊടുക്കുന്നു. ഈ URLൻ്റെ അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് ലോഡ് ചെയ്തിട്ട് സെർവറിലേക്ക് വാല്യൂസ് നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ http.get ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന URL അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിംഗ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ http.get എന്ന് പറയുന്ന വാല്യൂ 200 എന്നുള്ളൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ബാക്കിയുള്ള പ്രോഗ്രാം സൈഡിൽ നമ്മൾ ചെയ്യാം. ഇനി സെർവറിൽ നിന്ന് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് http.getString എന്ന് പറയുന്ന കമൻ്റാണ്. ഓക്കെ, ഇനി അടുത്തത് http പോസ്റ്റ്. ഓക്കെ, ഈ http പോസ്റ്റ് റിക്വസ്റ്റ്. http പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഗെറ്റിൻ്റെ അകത്ത് നമ്മൾ URL ആയിരുന്നു കൊടുത്തത്. ഇവിടെ നമ്മൾ URL അല്ല കൊടുക്കുക, നമ്മൾ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ബോഡിക്കകത്താണ് ഡാറ്റ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ, പിന്നെ വലിയ ഡാറ്റാസ് കുറച്ച് സൈസ് കൂടുതലാണെങ്കിൽ അതേപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ ആണെങ്കിൽ URLൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് കൊടുക്കാണ്ട് നമുക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാസ് സെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഡാറ്റ റിസീവ് ചെയ്യാനും ഇതിൻ്റെ കേസിൽ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആസ് യൂഷ്വൽ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെർവറിൻ്റെ അഡ്രസ്സ് ഡയറക്റ്റായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു, http.begin വിളിക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ http.add എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുകയാണ്. ഈ ഹെഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് കണ്ടൻറ്റ് ടൈപ്പ് എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടൻറ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോർമാറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡീഫൾട്ടായിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഗതിയിൽ HTTP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെമ്പറേച്ചറിൻ്റെയും അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ ആൻഡ് ഹ്യൂമിഡിറ്റി ഈക്വൽ ടു ഒരു വാല്യൂ, ഇങ്ങനെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റാണിത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് ഡീഫൾട്ടായിട്ട് വെക്കുക. അതായത് സം വേരിയബിൾ ഈക്വൽ ടു വാല്യൂ ആൻഡ് ബി അനദർ വേരിയബിൾ ഈക്വൽ ടു വാല്യൂ 2 എന്ന് പറയുന്നൊരു ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സിൻടാക്സ് ആണിത്. അപ്പോൾ ഇതൊരു സിൻടാക്സ് ആണ്, ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ സിൻടാക്സ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ http.header, ഈ ഹെഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പോസ്റ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെഡർ നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. ഹെഡറിൻ്റെ സിൻടാക്സ് ജനറലി ഇങ്ങനെയാണ്. നമുക്ക് 2 വേരിയബിൾസിലെ വാല്യൂസ് സെൻഡ് ചെയ്യണമെങ്കിലുള്ള സിൻടാക്സ് ആണിത്. ഇത് പല രീതിയിൽ പല ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരും. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ബിഗിൻ വിളിച്ചു, അതിനുശേഷം നമ്മൾ ഹെഡർ സ്പെസിഫൈ ചെയ്തു. ഹെഡർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാറ്റ ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, നമ്മൾ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 28 ആൻഡ് ഹ്യൂമിഡിറ്റി ഈക്വൽ ടു 65. ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ എല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത് സ്ട്രിങ് ഫോർമാറ്റിലാണ്. സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ എല്ലാം സെൻഡ് ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡർ ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഈ ആഡ് ഹെഡർ എന്ന് പറയുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം ഇതും തൊട്ട് മുന്നേ പഠിച്ചത് നമ്മളുടെ വ്യത്യാസം എന്തായിരുന്നു? നമ്മൾ ഡാറ്റ തൊട്ട് മുന്നേ പഠിച്ചതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ സെർവറിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ URLൻ്റെ അകത്ത് ഡാറ്റ കൊടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ യു ആറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്യും. ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ടൈപ്പ് എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹെഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം പോസ്റ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റിൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ ഡാറ്റ, ഏതൊക്കെ ഡാറ്റയാണോ സെർവറിലേക്ക് ലോഡ് ചെയ്യേണ്ടത് ആ ഡാറ്റ നമ്മൾ ഹെഡർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫോർമാറ്റിൽ ഡാറ്റ സെറ്റാക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ HTTP.get string എന്ന് പറയുന്ന നമ്മൾ സാധാരണ തൊട്ട് മുന്നേ പഠിച്ച ഗെറ്റിൻ്റെ അകത്തുള്ള അതേ മെത്തേഡിൽ തന്നെയാണ് സെർവറിൽ നിന്ന് ഡാറ്റ നമ്മൾ തിരിച്ച് ആക്സസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ രണ്ടിലും സെർവറിൽ നിന്ന് ഡാറ്റ തിരിച്ച് നമ്മുടെ NodeMCUലേക്ക് എടുക്കുന്ന മെക്കാനിസം സെയിം ആണ്. പക്ഷേ സെർവറിൽ നിന്ന് NodeMCUയിൽ നിന്ന് ഡാറ്റ സെർവറിലേക്ക് കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റയുടെ സൈസൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ, കുറച്ച് കൂടുതൽ വാല്യൂസ് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലാർജർ ഡാറ്റ സെക്യൂർഡ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ട സമയത്ത് നമ്മൾ HTTP പോസ്റ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് MQTT എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. MQTT എന്ന് പറഞ്ഞാൽ മെസ്സേജ് ക്യൂയിങ് ടെലിമെട്രി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പ്രോട്ടോക്കോള്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമ്മൾ രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു റിക്വസ്റ്റ് അയക്കുന്നു, അതിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു, ഡാറ്റ അയക്കുന്നു. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൺസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സെർവറിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ചേഞ്ചസ് കറസ്പോണ്ടിങ് നമ്മുടെ ക്ലയൻറ്റിന് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് MQTT. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ടൈം ഡാറ്റാസ് നമുക്ക് അപ്പം ഓരോ സമയത്ത് വരുന്ന ചേഞ്ചസ് അപ്പോൾ അതിൻ്റെ സെർവറിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആയിരിക്കും. സെർവറിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആകുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ക്ലയൻറ്റിന് അപ്പോൾ ആ ചേഞ്ചസ് അയാളുടെ ഡാഷ്ബോർഡിൻ്റെ അകത്ത് വിസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ MQTT എന്ന് പറയുന്ന പ്രോട്ടോക്കോള് ആണ് വൈഡായിട്ട് IoT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. MQTT എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ അകത്ത് 3 ആളുകളായിരിക്കും ഉണ്ടാകുക. ഒരു ബ്രോക്കർ ഉണ്ടാവും, പിന്നെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടാവും, പിന്നെ ഒരു പബ്ലിഷർ ഉണ്ടാവും. ഓക്കെ. ഈ ബ്രോക്കറിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പബ്ലിഷർ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റാസ് സെർവറിലേക്ക് ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ സെർവറിൽ നിന്ന് തിരിച്ച് സബ്സ്ക്രൈബറിലേക്ക് ഡാറ്റ കൊടുക്കുക. അതാണ് ബ്രോക്കറിൻ്റെ പരിപാടി. ഈ 3 പേരും കൂടെ ചേർന്നാണ് MQTT എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. അപ്പോൾ MQTTക്കകത്ത് ഒരു പബ്ലിഷർ ഉണ്ടാവും, പിന്നെ ഒരു ബ്രോക്കർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടാവും. ഈ ബ്രോക്കറായിട്ട് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സാണ് മോസ്കിറ്റോ എന്ന് പറയുന്ന ബ്രോക്കർ, പിന്നെ HiveMQ എന്ന് പറയുന്നത് അഡാഫ്രൂട്ടിൻ്റെ ബ്രോക്കർ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ MQTT എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു PUB സബ് ക്ലയൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇതെങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യം വൈഫൈ കണക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടി വൈഫൈൻ്റെ ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, ഇത് നമുക്കറിയാം. അതിനുശേഷം ഈ സബ് ക്ലയൻറ്റിൻ്റെ ലൈബ്രറി അത് നമ്മൾ ലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ബ്രോക്കറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിലത്തെ HiveMQ എന്ന് പറയുന്ന ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബ്രോക്കറിൻ്റെ ആ ഒരു URL നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്നു. അതാണ് MQTT സെർവർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു പോയിൻ്ററാണ്. സോ MQTT സെർവർ എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു ബ്രോക്കറിൻ്റെ കറസ്പോണ്ടിങ് URL നമ്മൾ കൊടുക്കുന്നു. പിന്നെ MQTT പോർട്ടായിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്നതാണ് 1883 എന്ന് പറയുന്നത്. ഇതൊരു ഡീഫൾട്ട് പോർട്ടാണ്, ഇത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1883 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഞാൻ യൂസ് ചെയ്യുന്ന സെർവർ ഏതാണെന്ന് ഞാൻ പറയണം, MQTTൻ്റെ സെർവർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ MQTTയുടെ പോർട്ട് നമ്പർ എത്രയാണെന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്യണം. ഓക്കെ. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകാം. ഇനി നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ വൈഫൈ ക്ലയൻറ്റിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനതിന് ESP ക്ലയൻറ്റ് എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. സോ വൈഫൈ ക്ലയൻറ്റ് സ്പേസ് ഇട്ട്
ESP ക്ലയൻറ്റ് എന്ന് എഴുതാം. ഇത് ഒബ്ജക്റ്റ് ക്രിയേഷനാണ്. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ വരുന്ന സമയത്ത് DHT11 സ്പേസ് ഇട്ട് DHT എന്ന് എഴുതില്ല, അതേപോലെ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വൈഫൈ ക്ലയൻറ്റിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ ഈ ലൈബ്രറിക്ക് വേണ്ടി ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ അകത്ത് ഒരു ഇതുണ്ട്, വൈഫൈ ക്ലയൻറ്റ് അതിൻ്റെ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇത് എൻ്റെ ലൈബ്രറീൻ്റെ, അതായത് സബ് ക്ലയൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് നെയിമാണ്. അതിൻ്റെ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എൻ്റെ വൈഫൈയുടെ ഒബ്ജക്റ്റ് എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ MQTT ബ്രോക്കറായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലയൻറ്റ് ഡോട്ട് സെറ്റ് സെർവർ. ക്ലയൻറ്റ് ഡോട്ട് സെറ്റ് സെർവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ക്ലയൻറ്റ് ഡോട്ട് സെറ്റ് സെർവർ ബ്രാക്കറ്റിൻ്റെ അകത്ത് MQTT സെർവർ MQTT പോർട്ട്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ സെർവർ എന്താണ് പോർട്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായി കഴിഞ്ഞാൽ MQTT ബ്രോക്കറായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആകും. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം. ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആളെയാണ് പബ്ലിഷർ എന്ന് പറയുക. സോ നമ്മൾ ക്ലയൻറ്റ് ഡോട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം പഠിക്കേണ്ട നിർബന്ധമുണ്ട്. നമ്മൾ സ്ട്രിംഗ് ഫോർമാറ്റിലാണ് ഡാറ്റ എല്ലാം സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന അത്രയേ ഉള്ളൂ. ഒരു ടെമ്പറേച്ചറിൻ്റെ റീഡിങ് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിനകത്തുണ്ടായിരുന്നു. അതിനെ സ്ട്രിങ് ആക്കി ഒരു മെസ്സേജും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു മെസ്സേജ് എന്ന് പറയുന്നൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് നമ്മളത് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ഡോട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ സെർവറിൻ്റെ അകത്ത് എവിടേക്കാണ് സെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. അതിനെയാണ് നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ IoT ഞാൻ ടെമ്പറേച്ചർ റീഡിംഗ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ടോപ്പിക്കിൻ്റെ സെർവറിൻ്റെ അകത്ത് ഉള്ള ആ ഒരു ടെമ്പറേച്ചർ വരുന്ന ആ ഒരു IoTൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സെക്ഷൻ, അതാണ് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അത്ര ബോധറാണ്ട, ജസ്റ്റ് ഇത് മാത്രം നോക്കുക. ക്ലയൻറ്റ് ഡോട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ഒരു പെർട്ടിക്കുലർ സ്ട്രീമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റിസീവ് ചെയ്യാൻ വേണ്ടി ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലയൻറ്റ് ഡോട്ട് സബ്സ്ക്രൈബ് ടോപ്പിക് നെയിം നമ്മൾ കൊടുക്കും. ടോപ്പിക് നെയിം ഇപ്പം നമ്മൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ എഴുതി എങ്ങനെയാണ് IoT ബാർ ടെമ്പറേച്ചർ ആയിരുന്നു. IoT ബാർ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ ടോപ്പിക് നെയിമായിട്ട് നമ്മൾ IoT ബാർ ടെമ്പറേച്ചർ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ. ഇപ്പോൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെ പല പല ടോപ്പിക്കുകളായിരിക്കും നമ്മുടെ സെർവറിൻ്റെ അകത്തേക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ ടോപ്പിക്കിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഹ്യൂമിഡിറ്റി ആണെങ്കിൽ നമ്മൾ ക്ലയൻറ്റ് ഡോട്ട് സബ്സ്ക്രൈബ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവർ ലൊക്കേഷൻ അതാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുക എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ടെമ്പറേച്ചറിൻ്റെ അകത്ത് ഉണ്ടാകുകയാണ്. ഇതിപ്പോൾ സെർവറിൻ്റെ അകത്താണെന്ന് വിചാരിക്കുക. സെർവറിൻ്റെ അകത്ത് ആദ്യം 23 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയോ വേറൊരാൾ ഡാറ്റ പുഷ് ചെയ്തു, നമ്മുടെ സെൻസറിൻ്റെ റീഡിങ്ങിൽ നിന്ന് ഡാറ്റ വന്നിട്ട് അത് 24 ഡിഗ്രി സെൽഷ്യസ് ആയി. 24 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കോൾ ബാക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കും. കോൾ ബാക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് കിട്ടുന്ന രീതിയിലാണ്, ആ ചേഞ്ചിനെ നമുക്കൊരു വേരിയബിളിൻ്റെ അകത്തേക്ക് മാറ്റുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് ക്ലയൻറ്റ് ഡോട്ട് സെറ്റ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്ന നോട്ടിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും സാരമില്ല. ഈ ക്ലയൻറ്റ് ഡോട്ട് സെറ്റ് കോൾ ബാക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് അത് നിങ്ങൾ ഇതിൻ്റെ ഡാറ്റ റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ്, ക്ലയൻറ്റ് ഡോട്ട് സബ്സ്ക്രൈബ്, ക്ലയൻറ്റ് ഡോട്ട് സെറ്റ് കോൾ ബാക്ക്. അപ്പോൾ ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ്. ക്ലയൻറ്റ് ഡോട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കറിൻ്റെ ഉള്ളിലുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് കിട്ടുന്നത്
കോൾ ബാക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ 3 നിങ്ങൾ നിർബന്ധമായിട്ടും ഡാറ്റ റിസീവ് ചെയ്യുന്നതിൻ്റെ അകത്ത് നിങ്ങൾ പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പബ്ലിഷ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ്, ക്ലയൻറ്റ് ഡോട്ട് സബ്സ്ക്രൈബ്, സെറ്റ് കോൾ ബാക്ക്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.